So next section is section 7.4 Euler's theorem. അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഓയിലേഴ്സ് ഫൈ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ലെറ്റ് എം ബി എ പോസിറ്റീവ് ഇൻറ്റിജർ, ദെൻ ഓയിലേഴ്സ് ഫൈ ഫംഗ്ഷൻ phi of m denotes the number of positive integers less than or equal to m and relatively prime to m. ഓക്കെ, സോ എം ഓയിലേഴ്സ് ഫൈ ഫംഗ്ഷനിൽ പറയുന്നത് എം എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി എ പോസിറ്റീവ് ഇൻറ്റിജർ. അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് എം, അങ്ങനെയാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഫൈ ഓഫ് എം എന്നാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഓയിലേഴ്സ് ഫൈ ഫംഗ്ഷൻ. അതിങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് വെച്ചാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു എം. എമ്മിനേക്കാളും ചെറുതോ ഈക്വലോ ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു എം. എമ്മിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എമ്മിനേക്കാൾ ചെറുതായിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ എണ്ണം, നമ്പറിനെയാണ് നമ്മൾ യൂലേഴ്സ് ഫൈ ഫംഗ്ഷൻ ഫൈ ഓഫ് എം വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 4 ഫൈ ഓഫ് 4 എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എം ഇസ് ഈക്വൽ ടു നമ്മൾ 4 ആയിട്ടാണ് എടുത്തത്. അപ്പോൾ എമ്മിനേക്കാളും ചെറുതായിട്ട് വരുന്ന നമ്പർ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ഏതൊക്കെയാണ്? 1, 2, 3 ആൻഡ് 4. ഇതാണ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇനി യൂലേഴ്സ് ഫൈ ഫംഗ്ഷനിൽ ഫൈ ഓഫ് 4 എങ്ങനെ വരുന്നത് വെച്ചാൽ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു 4. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആയിട്ട് വരുന്ന ഇൻറ്റീജേഴ്സ് ഈ 4 എണ്ണമാണ്. ഇനി ഇതിൽ 4നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളത് ആരൊക്കെയാണെന്ന് നോക്കാം. സോ 4നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളത് ആരൊക്കെയാണ്? 1 ഈസ് റിലേറ്റീവ്ലി പ്രൈം ടു 4. റിലേറ്റീവ്ലി പ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ജി സി ഡി എന്താണ്? 1 ആവണം. സോ 1 ഫോർ ജി സി ഡി എന്താണ്? 1 ആണ്. സോ 1 ഈസ് റിലേറ്റീവ്ലി പ്രൈം ടു 4. 2, 4 എന്താണ്? റിലേറ്റീവ്ലി പ്രൈം അല്ല, അവിടെ ജി സി ഡി 2 ആണ്. അടുത്തത് 3 ആൻഡ് 4, 3ൻ്റെയും 4ൻ്റെയും ജി സി ഡി 1 ആണ്. സോ 3 ഈസ് റിലേറ്റീവ്ലി പ്രൈം ടു 4. ഓക്കെ, ആൻഡ് 4ഉം 4ഉം എന്തല്ല? റിലേറ്റീവ്ലി പ്രൈം അല്ല. സോ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു 4 ഏതൊക്കെയാണ്? 1ഉം 3ഉം ആണ് അല്ലേ. സോ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു 4 ഏതൊക്കെയാണ്? 1. അങ്ങനത്തെ ഇൻറ്റീജേഴ്സ് 1ഉം 3ഉം ആണ്. അതിൻ്റെ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. സോ 2. ഓക്കെ, ഇനി ഫൈ ഓഫ് 9 കൺസിഡർ ചെയ്ത് നോക്കൂ. ഫൈ ഓഫ് 9 എങ്ങനെയാണ്? നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു 9. സോ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ഇതൊക്കെയാണ് 1 to 9 വരെയുള്ള നമ്പേഴ്സ്. ഇതിൽ 9നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളത് ആരൊക്കെയാണ്? 1 ഈസ് റിലേറ്റീവ്ലി പ്രൈം ടു 9, 2 ഈസ് റിലേറ്റീവ്ലി പ്രൈം, 3 അല്ല, 4 ആണ്, 5 ഉണ്ട്, 6 ഇല്ല, 7 ഉണ്ട്, 8 ഉണ്ട് അല്ലേ. സോ ഇത് എത്ര എണ്ണം വരുന്നുണ്ട്? 1, 2, 3, 4, 5, 6. അപ്പോൾ 6 നമ്പേഴ്സ് ഉണ്ട് അല്ലേ, 6 ഇൻറ്റീജേഴ്സ് ഉണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു 9. ദെർഫോർ ഫൈ ഓഫ് 9 എന്തായിരിക്കും? 6 ആയിരിക്കും. എത്ര നമ്പർ ഉണ്ട് എന്നാണ് യൂലേഴ്സ് ഫൈ ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത്. ലെമ്മ 7.5. A positive integer p is a prime if and only if phi of p equal to p minus 1. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് പി എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ അത് പ്രൈം ആവുന്നത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഫൈ ഓഫ് പി ഈക്വൽ ടു പി മൈനസ് 1. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഉള്ളൂ പി എന്താവുക? പ്രൈം ആവുക എന്നാണ് പറഞ്ഞത്. അതേപോലെ പി ഒരു പ്രൈം ആണെങ്കിൽ ഫൈ ഓഫ് പി എന്തായിരിക്കും? പി മൈനസ് 1 ആയിരിക്കും. സോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് രണ്ട് പാർട്ടും പ്രൂവ് ചെയ്യണം അല്ലേ. സോ സപ്പോസ് ദാറ്റ് പി ഈസ് എ പ്രൈം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കാണിക്കണം? വി ഹാവ് ടു ഷോ ദാറ്റ് ഫൈ ഓഫ് പി ഈക്വൽ ടു പി മൈനസ് 1 ആണെന്ന് കാണിക്കണം. സോ പി ഒരു പ്രൈമാണ്. ഫൈ ഓഫ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈ ഓഫ് പി ഈസ് ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു പി ആണ്. സോ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഏതൊക്കെയാണ്? ഇറ്റ് വിൽ ബി പി മൈനസ് 1 അല്ലേ, കാരണം 1, 2, 3 എക്സെട്ര പി മൈനസ് 1 ഇതെല്ലാം എന്താണ്? പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ആണ്. സോ ദർ ആർ പി മൈനസ് 1 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി. ഇനി അതിൽ പിന്നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരുന്നതിൻ്റെ എണ്ണമാണ് ഫൈ ഓഫ് പി ഡിനോട്ട് ചെയ്യുന്നത്. ഈ 1, 2, 3 എക്സെട്ര പി മൈനസ് 1ൽ പിന്നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് ആരൊക്കെ വരുന്നത്? ഇവിടെ പി എന്താണ്? പി ഇസ് എ പ്രൈം. സോ പി വിൽ നോട്ട് ഹാവ് എനി ഫാക്ടർ. ഓക്കെ, സോ 1, 2, 3 എക്സെട്ര പി മൈനസ് 1 ഇതെല്ലാം എന്താവും? പിന്നോട് റിലേറ്റീവ്ലി പ്രൈം ആവും. സോ ഫൈ ഓഫ് പി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു പി എന്ന് പറയുന്നത് എന്താവും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു പി മൈനസ് 1. ഇനി അതിൻ്റെ കൺവേഴ്സ് പാർട്ട് നോക്കാം. സോ കൺവേഴ്സിൽ നമ്മൾ സപ്പോസ് ചെയ്യണം ഒരു പോസിറ്റീവ് ഇൻറ്റീജർ പി ഉണ്ട്, അതിൻ്റെ
ഫൈ ഫംഗ്ഷൻ വാല്യൂ ഫൈ ഓഫ് പി എന്ന് പറയുന്നത് എന്താണ് p മൈനസ് 1 ആണ് എന്ന് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഷോ ദാറ്റ് p ഇസ് എ പ്രൈം. ഓക്കെ, സോ നമ്മൾ വി സപ്പോസ് ദാറ്റ് p ഇസ് നോട്ട് എ പ്രൈം. പി ഒരു പ്രൈം അല്ലാത്തതുകൊണ്ട് പിക്ക് എന്തുണ്ടാവും, 1ഉം പിയും അല്ലാത്ത വേറെ ഫാക്ടേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. സപ്പോസ് ദാറ്റ് d ഇസ് എ ഫാക്ടർ ഓഫ് p 1 ലെസ് ദാൻ d ലെസ് ദാൻ p ആൻഡ് d ഡിവൈഡ്സ് p. ഈ ഡി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് 1 ലെസ് ദാൻ ഡി ലെസ് ദാൻ പി അല്ലേ. സോ ഡി എന്ന് പറയുന്നത് 1 2 3 എക്സെട്ര പി മൈനസ് 1 ഇതിലുള്ള ഏതോ ഒരു നമ്പറാണ് ഡി ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് പി മൈനസ് 1 positive integers, there are exactly p minus 1 positive integers less than p, d is one of them. ഓക്കെ, ഇപ്പോൾ പിന്നേക്കാളും ചെറുതായിട്ട് വരുന്ന p മൈനസ് 1 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ട് അല്ലേ, ആൻഡ് d എന്താണ്, ലെസ് ദാൻ p ആണ്. സോ ഈ d എന്ന് പറയുന്നത് 1 2 3 എക്സെട്ര p മൈനസ് 1 ഏതെങ്കിലും ഒന്നാണ് d ആയിട്ട് വരിക. ആൻഡ് GCD ഓഫ് d ആൻഡ് p ഇസ് നോട്ട് ഈക്വൽ ടു 1. കാരണം എന്താണ്, d ഡിവൈഡ്സ് p, d എന്താണ് പിൻ്റെ ഒരു ഫാക്ടറാണ്. സോ ഡിൻ്റെയും പിൻ്റെയും GCD എന്താവില്ല, 1 ആവില്ല. ഓക്കെ, സോ നമുക്ക് ഫൈ ഓഫ് പി എന്താണ്, നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു പി ആണ്. സോ ഇവിടെ നോക്കൂ, നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഏതൊക്കെയാണ്, 1 2 3 എക്സെട്ര പി മൈനസ് 1. പി മൈനസ് 1 എണ്ണമുണ്ട് അവിടെ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി. ഇനി അതിൽ ഫൈ ഓഫ് പി എന്താണ്, അതിൽ പിന്നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളതിൻ്റെ എണ്ണമാണ്. സോ ഇവിടെ 1 2 3 എക്സെട്ര പി മൈനസ് 1 നമ്മൾ കണ്ടു ഇതിൻ്റെ ഫാക്ടറായിട്ട് വരുന്ന ഡി എന്താവില്ല, അതും പിയും റിലേറ്റീവ്ലി പ്രൈം ആവില്ല. ഓക്കെ, സോ ആ ഡീനെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്പർ റിലേറ്റീവ്ലി പ്രൈമിൻ്റെ എണ്ണം അപ്പോൾ എന്ത് വരും, ഈ പി മൈനസ് 1 കുറവായിരിക്കും. അതായത് ഫൈ ഓഫ് പി എന്താവും, ഇറ്റ് വിൽ ബി ലെസ് ദാൻ പി മൈനസ് 1. പക്ഷെ അതെന്താണ്, ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. കാരണം നമ്മൾ എന്താ സപ്പോസ് ചെയ്തിട്ടുള്ളത്, ഫൈ ഓഫ് പി ഈക്വൽ ടു പി മൈനസ് 1 എന്നാണ് സപ്പോസ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. അങ്ങനെ കോൺട്രഡിക്ഷൻ വരാൻ കാരണം എന്താണ്, നമ്മൾ പി ഒരു പ്രൈം അല്ല എന്നെടുത്തതുകൊണ്ടാണ്. ഓക്കെ, സോ ഹെൻസ് പി ഇസ് എ പ്രൈം. നെക്സ്റ്റ് ലെമ്മ 7.6 സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് എം ബി എ പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് എ എനി ഇൻറ്റീജർ വിത്ത് GCD ഓഫ് എ എം ഈക്വൽ ടു 1. Let R1, R2, etc. R5 of m be the positive integers less than or equal to m and relatively prime to m. Then the least residues of the integers AR1, AR2, etc. AR5 of m modulo m are permutations of the integers R1, R2, etc. R5 of m. സോ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് എം എന്നൊരു പോസിറ്റീവ് ഇൻറ്റീജറാണ്, എ ആൻഡ് എനി ഇൻറ്റീജർ, ആൻഡ് GCD ഓഫ് എ ആൻഡ് എം ഈസ് 1. ആൻഡ് R1, R2, എക്സെട്ര R5 ഓഫ് എം എന്താണ്, ദേ ആർ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു എം. എമ്മിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എമ്മിനേക്കാളും ചെറുതായിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സാണ് R1, R2, എക്സെട്ര R5 ഓഫ് എം. അതായത് ഫൈ ഓഫ് എം എന്താണ്, അതിൻ്റെ എണ്ണമാണ് അല്ലേ. പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു എം, അതിൻ്റെ എണ്ണമാണ് ഫൈ ഓഫ് എം. പക്ഷെ അങ്ങനെ വരുന്ന ഇൻറ്റീജേഴ്സ് ഓരോന്നും, അങ്ങനെ വരുന്ന ഫൈ ഓഫ് എം ഇൻറ്റീജേഴ്സാണ് R1, R2, എക്സെട്ര R5 ഓഫ് എം. ദെൻ ദ ലീസ്റ്റ് റെസിഡ്യൂസ്, നമുക്ക് കാണിക്കേണ്ടത് എന്താണ്, ദ ലീസ്റ്റ് റെസിഡ്യൂസ് ഓഫ് ദ ഇൻറ്റീജേഴ്സ് AR1, AR2, എക്സെട്ര AR5 ഓഫ് എം. ഓക്കെ, എ ഇൻറ്റു R1, എ ഇൻറ്റു R2, എക്സെട്ര എ ഇൻറ്റു R5 ഓഫ് എം. ഇതിൻ്റെ എല്ലാം ലീസ്റ്റ് റെസിഡ്യൂ മോഡുലോ എം എന്താണെന്ന് കാണിക്കണം. ആർ എ പെർമ്യൂട്ടേഷൻ ഓഫ് ദ ഇൻറ്റീജേഴ്സ് R1, R2, എക്സെട്ര R5 ഓഫ് എം. ഈ ഇൻറ്റീജേഴ്സിൻ്റെ R1, R2, എക്സെട്ര R5 ഓഫ് എം എന്ന് പറയുന്ന ഈ ഇൻറ്റീജേഴ്സിൻ്റെ ഒരു പെർമ്യൂട്ടേഷൻസ് ആയിട്ടായിരിക്കും ഇതിൻ്റെ AR1, AR2, എക്സെട്ര AR5 ഓഫ് എമ്മിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ എം വരിക എന്നാണ് കാണിക്കേണ്ടത്. സോ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഓക്കെ, സോ ലെറ്റ് എം ഇസ് ഈക്വൽ ടു 12 ആൻഡ് എ ഈക്വൽ ടു 35. എമ്മും എയും എടുത്തു, എം ഇസ് ഈക്വൽ ടു 12, എ ഈക്വൽ ടു 35. ദെൻ GCD ഓഫ് എ എം എന്താണ്, ഇറ്റ് ഷുഡ് ബി 1. സോ ഇവിടെ എന്താണ്, GCD ഓഫ് 35 ആൻഡ് 12 ഈസ് 1. ഓക്കെ, ദെൻ ദ ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ 12. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ലെറ്റ് R1, R2, എക്സെട്ര R5 ഓഫ് എം ബി ദ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു എം. ഓക്കെ, പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എമ്മോ റിലേറ്റീവ്ലി പ്രൈം ടു എമ്മോ ആയിട്ടുള്ള ഇൻറ്റീജേഴ്സിനെയാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ള R1, R2, R5 ഓഫ് എം. സോ ഇവിടെ നമ്മളെ എക്സാമ്പിളിൽ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്താണ്, 12, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു 12 ഏതൊക്കെയാണെന്നാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ആർ ദ ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ 12 ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു 12. അത് ഏതൊക്കെയാണ് വരാം,
ഇതാണ് ലീസ്റ്റ് റെസിഡ്യൂസ് ഓഫ് 12 അല്ലേ. ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ 12 എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1 2 3 എക്സെട്ര 11 വരെ. ഓക്കെ, ദ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ റിലേറ്റീവ്ലി പ്രൈം ടു 12 ആയിട്ട് ഏതൊക്കെയാണ് വരുന്നത്? റിലേറ്റീവ്ലി പ്രൈം ടു 12 ആയിട്ട് വരുന്നത് 1 2 3 4 വരില്ല, 5 6 ഇല്ല, 7 8 ഇല്ല, 9 ഇല്ല, 10 ഇല്ല, 11. So least residues modulo 12 that are relatively prime to 12 are 1 5 7 and 11. So നമ്മൾ പറഞ്ഞ R1 R2 etc. R5 of them ഏതൊക്കെയാണ്? 1 5 7 and 11 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരുന്നത്? ദ ലീസ്റ്റ് റെസിഡ്യൂസ് ഓഫ് ദ ഇൻറ്റീജേഴ്സ് AR1 AR2 എക്സെട്ര AR5 ഓഫ് എം മോഡുലോ എം എന്ന് പറയുന്നത് R1 R2 എക്സെട്ര R5 ഓഫ് എം എന്ന് പറയുന്ന ഇൻറ്റീജേഴ്സിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ AR1 AR2 എക്സെട്ര AR5 ഓഫ് എം. സോ ഇവിടെ R1 R2 എക്സെട്ര ആയിട്ട് നമ്മൾ കിട്ടിയത് എന്താണ്? 1 5 7 and 11 ആണ്. സോ AR1 എന്ന് പറയുമ്പോൾ A ഇവിടെ എന്താണ്? 35. അപ്പോൾ ഇതിന് ഓരോന്നിനെയും നമ്മൾ 35 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് 35 ഇൻറ്റു 1 ഫസ്റ്റത്തത്. ഓക്കെ, അതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ എം എന്താണെന്നാണ് കാണേണ്ടത്. സോ 35 ഇൻറ്റു 1 കോൺഗ്രുവൻറ്റ് ടു മോഡ് 12ൽ അത് എന്തിനോടാണ് കോൺഗ്രുവൻറ്റ് എന്ന് നോക്കാം. സോ 35 ഇൻറ്റു 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 11 മോഡ് 12 ആണ്. 35 രണ്ടാമത്തത് 5 ആണ്. ദെൻ 35 ഇൻറ്റു 5 ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 12. 35 ഇൻറ്റു 7 ഈസ് കോൺഗ്രുവൻറ്റ് ടു 5 മോഡ് 12 ആൻഡ് 35 ഇൻറ്റു 11 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 12 ആണ്. സോ ഈ കോൺഗ്രുവൻസ് നോക്കൂ, AR1 AR2 AR3 AR5 ഓഫ് എം. ഓക്കെ, അത് ഓരോന്നും എന്തിനോടാണ് കോൺഗ്രുവൻ്റ് ആയിട്ട് വന്നിട്ടത്? ഫസ്റ്റത്തേത് 11നോട് കോൺഗ്രുവൻ്റ് ആയിട്ട് വന്നു, രണ്ടാമത്തത് 7, മൂന്നാമത്തത് കോൺഗ്രുവൻ്റ് ടു 5 ആണ്, നാലാമത്തെ കോൺഗ്രുവൻ്റ് ടു 1 ആണ്. സോ ഈ 1 5 7 11 അതായത് നമ്മൾ R1 R2 എക്സെട്ര R5 ഓഫ് എം എന്ന് പറഞ്ഞില്ലേ, അതിനോട് തന്നെ കോൺഗ്രുവൻ്റ് ആയിട്ടാണ് മോഡ് 12ൽ ഈ AR1 AR2 എക്സെട്ര അതായത് 35 ഇൻറ്റു 1 35 ഇൻറ്റു 5 35 ഇൻറ്റു 7 ആൻഡ് 35 ഇൻറ്റു 11 ആർ കോൺഗ്രുവൻ്റ് ടു 1 5 7 and 11 ഇൻ സം ഓർഡർ. അല്ല, അതിൻ്റെ ഒരു റീഅറേഞ്ച്മെൻ്റ് ആണ്. ഈ 1 5 7 and 11 എന്ന് പറഞ്ഞ നമ്പേഴ്സിനോട് തന്നെയാണ് ഇത് കോൺഗ്രുവൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ. അങ്ങനെ അതാണ് ഈ നമ്മളെ ലെമ്മയിൽ പറയുന്നത്. നമുക്കതിൻ്റെ പ്രൂഫ് നോക്കാം. ആൻഡ് ദ പ്രൂഫ് കൺസിസ്റ്റ് ഓഫ് 2 parts. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണിക്കുന്നത് എന്താണ്? വി ഷോ ദാറ്റ് GCD ഓഫ് ARIM ഈക്വൽ ടു 1 ഫോർ എവറി I. ഓക്കെ, അതായത് ഇവിടെ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? AR1 AR2 എക്സെട്ര AR5 ഓഫ് എം മോഡുലോ എമ്മിൻ്റെ റെസിഡ്യൂസ് ലീസ്റ്റ് റെസിഡ്യൂസ് എന്ന് പറയുന്ന R1 R2 എക്സെട്ര R5 ഓഫ് എം എന്നീ നമ്പേഴ്സ് തന്നെ ആയിരിക്കും എന്നാണ് കാണിക്കേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ AR1 R2 എക്സെട്ര AR5 ഓഫ് എം ഉണ്ടല്ലോ, ഇതെല്ലാം എന്താണ്? അതെല്ലാം എന്താണ്? റിലേറ്റീവ്ലി പ്രൈമാണ് വിത്ത് എമ്മുമായിട്ട് അതെല്ലാം റിലേറ്റീവ്ലി പ്രൈമാണ്. അതിൻ്റെ എല്ലാം GCD വിത്ത് എം എന്താണ്? 1 ആണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് പാർട്ടിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ വി ഷോ ദാറ്റ് നോ 2 numbers ARI and ARJ ക്യാൻ ബി കോൺഗ്രുവൻറ്റ് മോഡുലോ എം ഇഫ് I നോട്ട് ഈക്വൽ ടു J വേർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ J ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഓഫ് എം. രണ്ടാമതായിട്ട് നമ്മൾ കാണിക്കുന്നത് ഇതിലുള്ള 2 നമ്പർ AR1 AR2 എക്സെട്ര AR5 ഓഫ് എമ്മിലെ 2 നമ്പേഴ്സ് ARIയും ARJയും എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും എന്താവില്ല? ദേ വിൽ നോട്ട് ബി കോൺഗ്രുവൻറ്റ് മോഡ് എമ്മിൽ അവർ കോൺഗ്രുവൻ്റ് ആവില്ല ഇഫ് I നോട്ട് ഈക്വൽ ടു J. ഐയും ജെയും അതിൻ്റെ ഇൻഡിസസ് സെയിം അല്ലെങ്കിൽ ARI വിൽ നോട്ട് ബി കോൺഗ്രുവൻറ്റ് ടു ARJ മോഡ് എം. അതായത് ഇത് രണ്ടും മോഡ് എമ്മിൽ കോൺഗ്രുവൻ്റ് അല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ARIയും ARJയും ഡിസ്റ്റിങ്ക്റ്റ് ആണ് എന്നാണ്. സോ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താ കാണിക്കുന്നത്? ARI M എന്നിവയുടെ GCD 1 ആണെന്ന്. അതായത് ARI ഈസ് റിലേറ്റീവ്ലി പ്രൈം ടു M അതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? അതിൻ്റെ GCD ഈക്വൽ ടു 1 ആണ് എന്നാണ് കാണിക്കേണ്ടത്. വി സപ്പോസ് ദാറ്റ് ദെയർ GCD ഈസ് ഗ്രേറ്റർ ദാൻ 1. GCD പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു GCD ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. GCD ഒരിക്കലും നെഗറ്റീവ് ആവുന്നില്ല. ഓക്കെ, സോ GCD ഒരിക്കലും നെഗറ്റീവ് ആവുന്നില്ല. സോ നമ്മളിവിടെ ഇതിൻ്റെ GCD ഗ്രേറ്റർ ദാൻ 1 ആണ് എന്ന് സപ്പോസ് ചെയ്തു. ഓക്കെ, ഈക്വൽ ടു 1 ആണെന്നാണ് കാണിക്കേണ്ടത്. വി സപ്പോസ് ദാറ്റ് GCD ഈസ് ഗ്രേറ്റർ ദാൻ 1. ദെൻ ലെറ്റ് P ബി എ പ്രൈം ഫാക്ടർ ഓഫ് ARI. GCD ഓഫ് ARI, M. ഓക്കെ, സോ ഇതിൻ്റെ GCD ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓക്കെ, ഇതിൻ്റെ GCD ARI എമ്മിൻ്റെ GCD ആയിട്ട് നമ്മൾ D എന്ന് ചൂസ് ചെയ്തു. GCD ഓഫ് ARI, M D എന്ന് പറയുന്ന ഒരു നമ്പറാണല്ലോ, അത് നമ്മൾ D ആയിട്ട് ചൂസ് ചെയ്തു.
സോ ഇറ്റ് ഈസ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണ് ഡി. ഈ ഡീൻ്റെ ഒരു പ്രൈം ഫാക്ടറാണ് പി എന്ന് സപ്പോസ് ചെയ്യുക. ഓക്കെ, ദറ്റ് ഈസ് പി എന്താണ് ഡിവൈഡ്സ് ഡി. പി ഈസ് എ പ്രൈം ഫാക്ടർ ഓഫ് ഡി. ഡി എന്താണ്? ഡി ഈസ് ദ ജി സി ഡി ഓഫ് എ ആർ ഐ കോമ എം. അതാണ് എന്ത് ജി സി ഡി ഓഫ് എ ആർ ഐ കോമ എമ്മിൻ്റെ ഒരു പ്രൈം ഫാക്ടറാണ് പി എന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. സോ ഈ ഡി എന്ത് ചെയ്യും? ഡി ഡിവൈഡ്സ് എ ആർ ഐ ആൻഡ് ഡി ഡിവൈഡ്സ് എം. കാരണം ഡി എന്താണ്? ഇറ്റ് ഈസ് ദ ജി സി ഡി ഓഫ് എ ആർ ഐ കോമ എം. സോ ഡി ഡിവൈഡ്സ് എ ആർ ഐ ആൻഡ് ഡി ഡിവൈഡ്സ് എം. സോ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? പി ഡിവൈഡ്സ് ഡി ആൻഡ് ഡി ഡിവൈഡ്സ് എ ആർ ഐ ആൻഡ് ഡി ഡിവൈഡ്സ് എം എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് പറയാം? ഇത് വെച്ചിട്ട് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് പി ഡിവൈഡ്സ് എ ആർ ഐ ആൻഡ് പി ഡിവൈഡ്സ് എം എന്ന് കിട്ടും. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. പി ഡിവൈഡ്സ് എ ആർ ഐ ആൻഡ് പി ഡിവൈഡ്സ് എം എന്ന് കിട്ടി. ഇനി പി എ ആർ ഐനെ ഡിവൈഡ് ചെയ്യുക, ഈ ഒരു പാർട്ട് കൺസിഡർ ചെയ്യുക. സോ പി ഡിവൈഡ്സ് എ ആർ ഐ ദെൻ എയ്തർ പി ഡിവൈഡ്സ് എ ഓർ പി ഡിവൈഡ്സ് ആർ ഐ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഫ് എ ഡിവൈഡ്സ് ബി സി ദെൻ എയ്തർ എ ഡിവൈഡ്സ് ബി ഓർ എ ഡിവൈഡ്സ് സി. നമ്മളൊരു തിയറത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഫ് എ ഡിവൈഡ്സ് ബി സി ദെൻ എയ്തർ എ ഡിവൈഡ്സ് ബി ഓർ എ ഡിവൈഡ്സ് സി എന്നാണ്. സോ ഇവിടെ നമ്മൾ പി ഡിവൈഡ്സ് എ ഇൻറ്റു ആർ ഐ ആണ്, എ ആർ ഐ ആണ്. സോ എയ്തർ പി ഡിവൈഡ്സ് എ ഓർ പി ഡിവൈഡ്സ് ആർ ഐ. ഓക്കെ, സപ്പോസ് ഇഫ് പി ഡിവൈഡ്സ് ആർ ഐ, രണ്ടെണ്ണം ഉണ്ടല്ലോ, ഒന്നെങ്കിൽ എനെ ഡിവൈഡ് ചെയ്യും അല്ലെങ്കിൽ ആർ ഐനെ ഡിവൈഡ് ചെയ്യും. നമ്മൾ സപ്പോസ് ചെയ്തു പി ഡിവൈഡ്സ് ആർ ഐ. ഓക്കെ, ദെൻ പി ഡിവൈഡ്സ് ആർ ഐ ആൻഡ് പി ഡിവൈഡ്സ് എം. ഇവിടെ നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ഡിവൈഡ്സ് എ ആർ ഐ ആൻഡ് പി ഡിവൈഡ്സ് എം. സോ പി എന്തായാലും എമ്മിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് സോ പി ഡിവൈഡ്സ് എം, അത് നമ്മൾ അവിടെ എടുത്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പി ഡിവൈഡ്സ് എ ആർ ഐ എന്ന കണ്ടീഷൻ എടുത്തു. പി ഡിവൈഡ്സ് എ ആർ ഐ ആണെങ്കിൽ ഒന്നെങ്കിൽ പി ഡിവൈഡ്സ് എ അല്ലെങ്കിൽ പി ഡിവൈഡ്സ് ആർ ഐ. സോ ഈ രണ്ടെണ്ണത്തിൽ നമ്മൾ പി ഡിവൈഡ്സ് ആർ ഐ എന്ന കണ്ടീഷൻ എടുത്തു. സോ ഓൾറെഡി നമുക്ക് എന്തുണ്ട്? പി ഡിവൈഡ്സ് എം ആൻഡ് ഇവിടെ നമ്മൾ പി ഡിവൈഡ്സ് ആർ ഐ കൺസിഡർ ചെയ്തു. ഓക്കെ, സോ പി എന്ത് ചെയ്യുന്നുണ്ട്? ആർ ഐനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പി എമ്മിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് പി എന്താണ്? ഇറ്റ് ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് ബോത്ത് എം ആൻഡ് ആർ. ആർ ഐൻ്റെയും എമ്മിൻ്റെയും ഒരു കോമൺ ഫാക്ടർ ആണ് പി, അല്ലേ? അതിൻ്റെ രണ്ടിൻ്റെയും ഒരു കോമൺ ഡിവൈസർ ആണ് പി. സോ ജി സി ഡി ഓഫ് ആർ ഐ എം എന്ന് പറയുന്നത് എന്താവില്ല? ദറ്റ് വിൽ നോട്ട് ബി ഈക്വൽ ടു 1. അതിനെന്താണ്? ഒരു കോമൺ ഡിവൈസർ ഉണ്ട്, അല്ലേ? സോ അതിൻ്റെ ജി സി ഡി എന്തായാലും എന്താവില്ല? 1 ആവില്ല. അതായത് അത് രണ്ടും റിലേറ്റീവ്ലി പ്രൈം ആവില്ല. നമുക്കപ്പോൾ എന്ത് പറയാം? ജി സി ഡി ഓഫ് ആർ ഐ കോമ എം നോട്ട് ഈക്വൽ ടു എം എന്ന് പറയാം. ഓക്കെ, സോ ജി സി ഡി ഓഫ് ആർ ഐ കൊമ്മ എം നോട്ട് ഈക്വൽ ടു 1. പക്ഷേ ഇതെന്താണ്? ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ. അതെന്തുകൊണ്ടാണ് കോൺട്രഡിക്ഷൻ ആവുന്നത്? നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ള R1 R2 എക്സെട്ര R5 ഓഫ് എം, അതാണ് ആർ ഐ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്, അല്ലേ? സോ ഈ R1 R2 എക്സെട്ര R5 ഓഫ് എം എന്താണ്? പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു എം ആണ്. സോ ഈ ആർ ഐകളെല്ലാം എന്താണ്? എമ്മുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ അതുകൊണ്ട് നമുക്ക് ആർ ഐ കൊമ്മ എം എന്ന് പറയുന്ന ജി സി ഡി എന്ത് വരണം? ഷുഡ് ബി ഈക്വൽ ടു 1. പക്ഷേ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 1. അപ്പോൾ നമ്മളിവിടെ പി ഡിവൈഡ്സ് എം ആൻഡ് പി ഡിവൈഡ്സ് ആർ ഐ എന്ന് ചൂസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു കോൺട്രഡിക്ഷൻ കിട്ടി. സോ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു എയ്തർ പി ഡിവൈഡ്സ് എ ഓർ പി ഡിവൈഡ്സ് ആർ ഐ ആണ്. സോ പി ഡിവൈഡ്സ് ആർ ഐ എടുത്തപ്പോഴാണ് ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടിയത്. സോ പി എന്താവണം? സോ പി ഷുഡ് ഡിവൈഡ് എ. സോ നമ്മളിവിടെ അടുത്ത കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പി ഡിവൈഡ്സ് എം ആൻഡ് പി ഡിവൈഡ്സ് എ എന്നുള്ളതാണ്. സോ പി ഡിവൈഡ്സ് എ ആൻഡ് പി ഡിവൈഡ്സ് എം എന്നെടുത്തു. സോ ഈ പി എന്താണ്? പി എനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പി എമ്മിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പി എന്ത് ചെയ്യും? ജി സി ഡി ഓഫ് എ ആൻഡ് എമ്മിനെ ഡിവൈഡ് ചെയ്യും, അല്ലെ? പി ഡിവൈഡ്സ് എ ആൻഡ് പി ഡിവൈഡ്സ് എം ദെൻ പി ഡിവൈഡ്സ് ജി സി ഡി ഓഫ് എ എം. പക്ഷേ ഇതെന്താണ്? ദിസ് ഈസ് എഗെയിൻ എ കോൺട്രഡിക്ഷൻ. കാരണം നമ്മൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരുന്നു എം ഇസ് എ പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് എ ഈസ് എനി ഇൻറ്റീജർ സച്ച് ദാറ്റ് ജി സി ഡി ഓഫ് എ എം ഈക്വൽ ടു 1. ജി സി ഡി ഓഫ് എ എം ഈക്വൽ ടു 1 ആയിട്ട് വരുന്ന രീതിയിലുള്ള രണ്ട് നമ്പേഴ്സാണ് എമ്മും എയും. പക്ഷേ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? ഒരു പി ഉണ്ട്, ദാറ്റ് അത് എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെയും എമ്മിൻ്റെയും ജി സി ഡിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെയും എമ്മിൻ്റെയും ജി സി ഡി എന്താണ്? 1 ആണ്. പി ഡിവൈഡ്സ് 1 അതെന്താണ്? അത് പറ്റില്ല. ദാറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ, അല്ലേ? സോ ഇവിടെ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടുന്നുണ്ട്. സോ പി ഡിവൈഡ്സ് എ എന്നെടുത്താലും പി ഡിവൈഡ്സ് ആർ ഐ എന്നെടുത്താലും എന്താണ്? ഒരു കോൺട്രഡിക്ഷനിലേക്കാണ് എത്തുന്നത്. അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരാൻ കാരണം എന്താണ്? നമ്മളിവിടെ ജി സി ഡി ഓഫ് എ ആർ ഐ എം ഗ്രേറ്റർ ദാൻ 1 എടുത്തതുകൊണ്ടാണ് ഈ കോൺട്രഡിക്ഷൻ വന്നത്. ദർഫോർ ജി സി ഡി ഓഫ് എ ആർ ഐ കൊമ എം എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 1. അതായത് എ ആർ ഐ എം എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ റിലേറ്റീവ്ലി പ്രൈം. സോ എ ആർ 1 എ ആർ 2 എക്സെട്ര എ ആർ 5 ഓഫ് എം എല്ലാം എന്താണ്? വിത്ത് എം ദേ ആൾ ആർ റിലേറ്റീവ്ലി പ്രൈം. സോ ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി തിയറത്തിൻ്റെ സെക്കൻഡ് പാർട്ട്, പ്രൂഫിൻ്റെ സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ എന്താ പ്രൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്
we show that no two of the integers ARI can be congruent modulo m. ഈ ARIകൾ അല്ലേ, ARI രണ്ടെണ്ണം എടുത്തിട്ട് ARIയും ARJയും എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താവില്ല, ദേ വിൽ നോട്ട് ബി കോൺഗ്രുവൻറ്റ് മോഡുലോ എം. അതെന്തായിരിക്കും, കോൺഗ്രുവൻറ്റ് മോഡുലോ എമ്മിൽ അവ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും എന്നാണ് കാണിക്കേണ്ടത്. അതായത് ARI നോട്ട് കോൺഗ്രുവൻറ്റ് ടു ARJ ആണ് എന്ന് കാണിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ARI നോട്ട് കോൺഗ്രുവൻറ്റ് ടു ARJ ആണ് കാണിക്കേണ്ടത് വെൻ I നോട്ട് ഈക്വൽ ടു ജെ. സോ വി സപ്പോസ് ദാറ്റ് ARI ഈക്വൽ കോൺഗ്രുവൻറ്റ് ടു ARJ മോഡ് എം. ഓക്കെ, നോട്ട് കോൺഗ്രുവൻറ്റ് ആണ് കാണിക്കേണ്ടത്, നമ്മൾ എന്ത് കൺസിഡർ ചെയ്തു, ARI കോൺഗ്രുവൻറ്റ് ടു ARJ മോഡ് എം ആണ് എന്ന് കൺസിഡർ ചെയ്തു. ആൻഡ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ലെമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് GCD ഓഫ് AM ഈക്വൽ ടു 1 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു തിയറം അറിയാം, ഇഫ് AC ഈസ് കോൺഗ്രുവൻറ്റ് ടു BC മോഡ് എം. തിയറം 4.6 അതിൽ പറയുന്നുണ്ട്, ഇഫ് AC ഈസ് കോൺഗ്രുവൻറ്റ് ടു BC മോഡ് എം ആൻഡ് ഇഫ് GCD ഓഫ് C, M ഈക്വൽ ടു 1 then we can cancel this C. അതായത് നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, ഈ കോൺഗ്രുവൻസിന് അപ്പോൾ GCD ഓഫ് C, M 1 ആണെങ്കിൽ ഈ കോൺഗ്രുവൻസിന് നമുക്ക് എങ്ങനെ എഴുതാം, A കോൺഗ്രുവൻറ്റ് ടു B മോഡ് എം എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ARI കോൺഗ്രുവൻറ്റ് ടു ARJ മോഡ് എം ആണ് ആൻഡ് GCD ഓഫ് A ആൻഡ് M ഇസ് ഈക്വൽ ടു 1. സോ ഇവിടുന്ന് നമുക്ക് എങ്ങനെ എഴുതാം, RI കോൺഗ്രുവൻറ്റ് ടു RJ മോഡ് എം എന്നെഴുതാം. ഓക്കെ, പക്ഷേ R1 R2 എക്സെട്ര R5 ഓഫ് എം നമ്മൾ അവിടെ ചൂസ് ചെയ്തിരുന്നതിൽ ഈ RIയും RJയും ഒക്കെ എന്താണ്, ദേ ആർ ദ ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ എം അല്ലേ. നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ള RIയും RJ എന്താണ്, ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ എം ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു എം. അങ്ങനത്തെ RI അതുപോലെയാണ് ചൂസ് ചെയ്തിരുന്നത്. സോ RIയും RJയും ഒക്കെ എന്താണ്, ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ എം ആണ്. സോ ഇത് ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ എം ആയതുകൊണ്ട് തന്നെ RI കോൺഗ്രുവൻറ്റ് ടു RJ മോഡ് എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോഡ് എമ്മിൽ കോൺഗ്രുവൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, RI ഈക്വൽ ടു RJ എന്നാണ്. ഓക്കെ, സോ RIയും RJയും ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ എം ആയതുകൊണ്ട് അവ എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഓക്കെ, സോ ദേ വിൽ നോട്ട് ബി കോൺഗ്രുവൻറ്റ്, RI വിൽ നോട്ട് ബി കോൺഗ്രുവൻറ്റ് ടു I ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു RJ ആണ് മോഡ് എമ്മിൽ വെനെവർ I നോട്ട് ഈക്വൽ ടു J. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ്, RI കോൺഗ്രുവൻറ്റ് ടു RJ മോഡ് എം ആണ്. സോ ഇതെപ്പോൾ മാത്രമേ കോൺഗ്രുവൻ്റ് ആവുള്ളൂ, ലീസ്റ്റ് റെസിഡ്യൂസ് എപ്പോൾ മാത്രമേ കോൺഗ്രുവൻ്റ് ആവുള്ളൂ, വെൻ RI ഈക്വൽ ടു RJ, RIയും RJയും ഈക്വൽ ആവുന്ന കേസിൽ മാത്രം. ഓക്കെ, അതായത് RIയും RJയും എപ്പോഴാണ് ഈക്വൽ ആവുക, വെൻ I ഈക്വൽ ടു J. സോ ഇവിടുന്ന് നമുക്ക് RI കോൺഗ്രുവൻറ്റ് ടു ARJ മോഡ് എം എടുത്തപ്പോൾ നമുക്ക് കിട്ടുന്നത് RI കോൺഗ്രുവൻറ്റ് ടു RJ മോഡ് എം ആണ്. പക്ഷേ RI RJ ഒക്കെ എന്താണ്, ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ എം ആണ്. അപ്പോൾ RI കോൺഗ്രുവൻറ്റ് ടു RJ മോഡ് എം എപ്പോൾ മാത്രമേ ആവുന്നുള്ളൂ, വെൻ I ഈക്വൽ ടു J. ഈ RIയും RJയും സെയിം ആവുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ അത് കോൺഗ്രുവൻറ്റ് മോഡുലോ എം ആവുക. അല്ലെങ്കിൽ RIയും RJ ഒക്കെ എന്താ, ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ എം ആയതുകൊണ്ട് അതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആവും. സോ ഇത് കോൺഗ്രുവൻറ്റ് ടു RI കോൺഗ്രുവൻറ്റ് ടു RJ മോഡ് എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RI ഈക്വൽ ടു RJ, അതായത് I ഈക്വൽ ടു J. I ഈക്വൽ ടു J ആവുന്ന കേസിൽ മാത്രമേ ഉള്ളൂ RIയും RJയും കോൺഗ്രുവൻറ്റ് മോഡ് എം ആവുക. സോ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്, RI കോൺഗ്രുവൻറ്റ് ടു ARJ മോഡ് എം എന്നെടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, I ഈക്വൽ ടു J ആണ്. സോ ഫോർ ഇതിൻ്റെ അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാം, വെനെവർ I നോട്ട് ഈക്വൽ ടു J, I നോട്ട് ഈക്വൽ ടു J ആവുന്ന കേസുകളിലൊന്നും എന്താവില്ല, RI കോൺഗ്രുവൻറ്റ് ടു ARJ മോഡ് എം ആവില്ല. അതായത് വെനെവർ I നോട്ട് ഈക്വൽ ടു J, ARI ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു ARJ മോഡ് എം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്, AR1 ദ ലീസ്റ്റ് റെസിഡ്യൂസ് ഓഫ് AR1 AR2 എക്സെട്ര AR5 ഓഫ് എം മോഡുലോ എം ആർ ഡിസ്റ്റിങ് അല്ലേ. നമ്മളിവിടെ കണ്ടു ARI ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു ARJ മോഡ് എം ആണ്. സോ ഓരോന്നിൻ്റെയും AR1ൻ്റെ AR2ൻ്റെ എക്സെട്ര AR5 ഓഫ് എമ്മിൻ്റെ എല്ലാം ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ എം എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ആൻഡ് ഇവിടെ എത്ര എണ്ണം ഉണ്ട്, 1 2 3 എക്സെട്ര 5 ഓഫ് എം എണ്ണമുണ്ട് അല്ലേ. സോ ദേ ആർ 5 ഓഫ് എം ഇൻ നമ്പർ. അപ്പോൾ ഇത്തരം ഇതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് 5 ഓഫ് എം എണ്ണമുണ്ട് ആൻഡ് ദേ ആർ ഡിസ്റ്റിങ്ക്റ്റ്. സോ ഡിസ്റ്റിങ്ക്റ്റ് 5 ഓഫ് എം നമ്പേഴ്സ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താവും, they are a permutation of the least residues R1 R2 etc R5 of M modulo M. അങ്ങനെ ആകുമ്പോൾ അതെന്താവും, നമ്മളെ ലീസ്റ്റ് റെസിഡ്യൂസ് R1 R2 etc R5 of Mൻ്റെ ഒരു ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും ഈ AR1 AR2 etc AR5 of Mൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ എം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് തിയറം 7.10 Euler's theorem. Statement നോക്കാം. Let m be a positive integer and a any integer with GCD of am equal to 1. Then a raised to 5 of m is congruent to 1 mod m.
ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് എം എന്താണ്, ഇറ്റ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ എ എനി ഇൻറ്റിജർ ആൻഡ് ജി സി ഡി ഓഫ് എ ആൻഡ് എം എന്താണ് ഈക്വൽ ടു 1 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എ റേസ് ടു ഫൈവ് ഓഫ് എം ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് എം. പ്രൂഫ് നോക്കാം. ലെറ്റ് R1, R2, etc. R5 of m be the least residues modulo m that are relatively prime to m. ഓക്കെ, സോ റിലേറ്റീവ്ലി പ്രൈം ടു എം ആയിട്ടുള്ള ലീസ്റ്റ് റെസിഡ്യൂസ് ലീസ്റ്റ് റെസിഡ്യൂസ് ഓഫ് എം എന്താണ് 1 2 3 എക്സെട്ര m-1 ആണ്. അതിൽ എമ്മിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരുന്നത് R1, R2, എക്സെട്ര R5 of m. 5 of m എണ്ണം ഉണ്ടാവും അല്ലേ. സോ ലെറ്റ് ദാറ്റ് ബി R1, R2, എക്സെട്ര R5 of m. Then by lemma 7.6 the integers AR1, AR2, etc. AR5 of m are congruent modulo m to R1, R2, etc. R5 of m in some order. സോ ഇവിടെ R1, R2, എക്സെട്ര R5 of m നമ്മൾ എന്തായിട്ടാണ് എടുത്തിട്ടുള്ളത്, ലീസ്റ്റ് റെസിഡ്യൂസ് ഓഫ് എം ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു എം ആണ്. അതായത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ കണ്ട ലെമ്മ 7.6 ഉപയോഗിച്ചിട്ട് എന്താ പറയുക, AR1, AR2, എക്സെട്ര AR5 of എമ്മിൻ്റെ എല്ലാം ലീസ്റ്റ് റെസിഡ്യൂ മോഡുലോ എം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ R1, R2, എക്സെട്ര R5 of m ആയിരിക്കും ഇൻ സം ഓർഡർ. അതാണ് ലെമ്മ 7.6 പറഞ്ഞിരുന്നത് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, AR1 ഇൻറ്റു AR2 ഇൻറ്റു എക്സെട്ര AR5 of m ഈസ് കോൺഗ്രുവൻറ്റ് ടു R1, R2, എക്സെട്ര ഇൻറ്റു R5 of m മോഡ് എം. കാരണം എന്താണ്, നമ്മൾ അവിടെ പറഞ്ഞിരുന്നു AR1 ലീസ്റ്റ് റെസിഡ്യൂസ് ഓഫ് AR1, AR2, എക്സെട്ര AR5 of m മോഡുലോ എം എന്താണെന്നാണ് പറഞ്ഞത്, R1, R2, എക്സെട്ര R5 of m ഇൻ സം ഓർഡർ. സോ AR1നെ മോഡ് എമ്മിൽ നമുക്ക് ഈ R1, R2, എക്സെട്ര R5 of m ഏതെങ്കിലും ഒന്നായിട്ട് എഴുതാം. സപ്പോസ് ലെറ്റ് ദാറ്റ് ബി R1. ഓക്കെ, AR1 ഈസ് കോൺഗ്രുവൻറ്റ് ടു R1 മോഡ് എം. AR2 അതേപോലെ എന്താണ്, ഈ R1, R2, എക്സെട്ര R5 of m ഏതോ ഒന്നുമായിട്ട് കോൺഗ്രുവൻറ്റ് മോഡുലോ എം ആണ്. സോ അത് ലെറ്റ് ദാറ്റ് ബി R2. ദെൻ AR2 നമുക്ക് എന്താ എഴുതാം, R2 മോഡ് എം എന്താ. അങ്ങനെ AR5 of m വരെയുള്ള എല്ലാം എന്താണ്, ഈ R1, R2, എക്സെട്ര R5 of m ഏതെങ്കിലും ഒന്നുമായിട്ട് കോൺഗ്രുവൻറ്റ് മോഡുലോ എം ആയിരിക്കും. സോ നമുക്ക് AR1, AR2, എക്സെട്ര ഇൻറ്റു AR5 of m ഈ ഒരു നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതാൻ പറ്റില്ല, ഇൻ കോൺഗ്രുവൻറ്റ് മോഡുലോ എം അങ്ങനെ എഴുതാൻ കഴിയും. ദാറ്റ് ഈസ് R1 ഇൻറ്റു R2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു R5 of m മോഡ് എം. ഇനി ഇവിടെ നോക്കൂ, ലെഫ്റ്റ് സൈഡിൽ AR1 ഇൻറ്റു AR2 എക്സെട്ര ഇൻറ്റു AR5 of m. സോ ഇവിടെ എന്താണ്, A ഇൻറ്റു A ഇൻറ്റു A ഇൻറ്റു A അല്ലേ. എനെ മൾട്ടിപ്ലൈ ചെയ്യാൻ എത്ര തവണ വരുന്നുണ്ട്, 5 of m ടൈംസ്. ദാറ്റ് ഈസ് A റേസ് ടു 5 of m. ബാക്കി അവിടെ എന്താണുള്ളത്, R1 ഇൻറ്റു R2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു R5 of m. ആൻഡ് റൈറ്റ് സൈഡിൽ എന്താണ്, കോൺഗ്രുവൻറ്റ് ടു R1 കോൺഗ്രുവൻറ്റ് ടു R1 ഇൻറ്റു R2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു R5 of m മോഡ് എം എന്നെഴുതാം. ഇനി സിൻസ് ഈച്ച് RI ഈസ് റിലേറ്റീവ്ലി പ്രൈം ടു എം, RIകളൊക്കെ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്തിരുന്നത്, R1, R2, എക്സെട്ര R5 of m നമ്മൾ എങ്ങനെ ചൂസ് ചെയ്തിരുന്നത്, ദേ ആർ ദ ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ എം ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു എം ആണ്. അതായത് ഈ RI ആൻഡ് എം GCD എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് കിട്ടുക, ദറ്റ് വിൽ ബി ഈക്വൽ ടു 1. സോ ഈച്ച് RI ആർ റിലേറ്റീവ്ലി പ്രൈം ടു എം ആയതുകൊണ്ട് നമുക്ക് എന്താ എഴുതാം, GCD ഓഫ് R1 ഇൻറ്റു R2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു R5 of m എം ഈക്വൽ ടു 1 ആയിരിക്കും. കാരണം ഓരോ RIകളും എന്താണ്, എമ്മുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ R1 ഇൻറ്റു R2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു R5 of m എന്തായിരിക്കും, റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും വിത്ത് എം. അതിൻ്റെ പ്രൊഡക്റ്റും എന്താവും, എമ്മുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. ദാറ്റ് ഈസ് GCD ഓഫ് R1, R2, എക്സെട്ര R5 of m എം എന്തായിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, സോ GCD ഓഫ് നമ്മൾ നേരത്തെ പറഞ്ഞ തിയറം ഉപയോഗിച്ചിട്ട് ഇഫ് AC കോൺഗ്രുവൻറ്റ് ടു BC മോഡ് എം ആണ് ആൻഡ് GCD ഓഫ് C, M ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്താ എഴുതാം, A കോൺഗ്രുവൻറ്റ് ടു B മോഡ് എം എന്ന് എഴുതാൻ പറ്റും അല്ലേ. സോ അത് ഉപയോഗിച്ചിട്ട് ഇവിടെ എന്താണ്, രണ്ട് സൈഡിലും സിന് പകരം എന്താ ഉള്ളത്, R1 ഇൻറ്റു R2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു R5 of m ആണ് രണ്ട് സൈഡിലുള്ളത് അല്ലേ. ആൻഡ് അതിൻ്റെ നമ്മൾ കണ്ടു R1 ഇൻറ്റു R2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു R5 of m എം, ഇവിടുത്തെ എമ്മും ആയിട്ടുള്ള GCD എന്താണ്, 1 ആണ്. സോ നമുക്ക് ഈ പ്രൊഡക്റ്റിനെ രണ്ട് സൈഡിലൊന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് A റേസ് ടു 5 of m ഈസ് കോൺഗ്രുവൻറ്റ് ടു, ഇത് ഇവിടുന്ന് പോയാൽ അവിടെ എന്താ ഉണ്ടാവുക, 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് എം. ഇതാണ് ഓയിലേഴ്സ് തിയറം. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്, നോക്കാം. ഫൈൻഡ് ദ റിമൈൻഡർ വെൻ 245 റേസ് ടു 1040 ഈസ് ഡിവൈഡഡ് ബൈ 18. ഓക്കെ, സോ 245 റേസ് ടു 1040നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ എന്താണെന്നാണ് കാണേണ്ടത്. അതായത്
നമുക്ക് എന്ത് കാണണം 245 റേസ് ടു 1040 കോൺഗ്രുവൻറ്റ് ടു എന്താണെന്ന് കാണണം മോഡ് 18 അല്ലേ. സോ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് 245 റേസ് ടു 1040 ആണ്. സോ അതിൻ്റെ ബേസായ 245 കൺസിഡർ ചെയ്തു. ആൻഡ് 245 നമ്മൾ മോഡ് 18 നോക്കിയിട്ടുണ്ടെങ്കിൽ 245 ഈസ് കോൺഗ്രുവൻറ്റ് ടു എന്താണ് 11 മോഡ് 18 ആണ്. ഓക്കെ. ആൻഡ് അങ്ങനെയാണെങ്കിൽ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെങ്കിൽ നമുക്ക് എ റേസ് ടു എൻ കോൺഗ്രുവൻറ്റ് ടു ബി റേസ് ടു എൻ മോഡ് എം എന്നെഴുതാം. സോ 245 റേസ് ടു 1040, അതായത് 245 റേസ് ടു 1040 നമുക്ക് എങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 11 റേസ് ടു 1040 മോഡ് 18 എന്നെഴുതാം. സോ 245 റേസ് ടു 1040 എന്താണ്, ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 11 റേസ് ടു 1040 മോഡ് 18 ആണ്. സോ ഇനി എന്ത് ചെയ്താൽ മതി, 11 റേസ് ടു 1040 എന്താണ് മോഡ് 18 എന്ന് കണ്ടാൽ മതി. അതൊന്ന് ചെറുതാക്കി എടുത്താൽ മതി. ഓക്കെ. സോ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്താണ്, 11 റേസ് ടു 1040 മോഡ് 18 എന്താണെന്നാണ് നോക്കുന്നത്. സോ ഇവിടെ 11 എന്ന നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ ജി സി ഡി ഓഫ് 11 ആൻഡ് നമ്മൾ ഇവിടുത്തെ 18. സോ ജി സി ഡി ഓഫ് 11 ആൻഡ് 18 എന്താണ്, 1 ആണ്. സോ നമുക്ക് ഓയിലേഴ്സ് തിയറത്തിൽ നമുക്കറിയാം, ഇഫ് ജി സി ഡി ഓഫ് എ ആൻഡ് എം ഈക്വൽ ടു 1 ദെൻ എ റേസ് ടു 5 ഓഫ് എം ഈസ് കോൺഗ്രുവൻറ്റ് ടു എന്താണ് 1 മോഡ് എം ആണ് അല്ലേ. സോ ഇവിടെ നമ്മൾ 11 18 നോക്കുമ്പോൾ അതിൻ്റെ ജി സി ഡി 1 ആണ്. സോ 11 ഈക്വൽ ടു എയും എം ഈക്വൽ ടു 18 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഈ ഓയിലേഴ്സ് തിയറം അപ്ലൈ ചെയ്യാം. ഓക്കെ. അതായത് എ റേസ് ടു 5 ഓഫ് എം, ഇവിടെ എ എന്താണ് 11 റേസ് ടു 5 ഓഫ് എം എന്താണ് 18, 11 റേസ് ടു 5 ഓഫ് 18 നമുക്ക് എന്താണെന്ന് പറയാം, ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 18 ആണെന്ന് പറയാം. ഓക്കെ. ഇതുപയോഗിച്ചിട്ട് ഓയിലേഴ്സ് തിയറം ഉപയോഗിച്ചിട്ട് എ റേസ് ടു 5 ഓഫ് എം ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് എം ആണ്. സോ ഇവിടെ എ എന്താണ്, ഇറ്റ് ഈസ് 11 റേസ് ടു 5 ഓഫ് എം 5 ഓഫ് 18 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 18 എന്നെഴുതാം. ദാറ്റ് ഈസ് 11 റേസ് ടു 5 ഓഫ് 18, 11 റേസ് ടു 5 ഓഫ് 18. അപ്പം ഇനി എന്താണ് 5 ഓഫ് 18 എന്താണെന്ന് കാണണം. 5 ഓഫ് 18 എന്താണ്, ദേ ആർ ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 18 ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു 18. സോ 18നേക്കാളും ചെറുതായിട്ട് 18നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ എണ്ണമാണ് 5 ഓഫ് 18. അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 6 ആണ്. സോ 11 റേസ് ടു 5 ഓഫ് 18 എന്താണ്, ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 11 റേസ് ടു 6 ആണ്. ആൻഡ് ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു നമ്മൾ ഓയിലേഴ്സ് തിയറം പ്രകാരം അതെന്താണ്, ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 18 ആണ്. 1 മോഡ് എം എന്നുള്ള 1 മോഡ് 18 എന്ന് കിട്ടും. സോ 11 റേസ് ടു 6 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 18. നമുക്ക് പക്ഷേ ഇവിടെ എന്താ കാണേണ്ടത്, 11 റേസ് ടു 1040 ആണ് മോഡ് 18 കാണേണ്ടത്. നമുക്കിവിടെ 11 റേസ് ടു 6 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 140 നമുക്ക് 1040 നമുക്ക് ഇങ്ങനെ എഴുതാം, 6 ഇൻറ്റു 173 പ്ലസ് 2. ഓക്കെ. 6 ഇൻറ്റു 173 പ്ലസ് 2 ആണ് 11 റേസ് ടു 6 ഇൻറ്റു 173 പ്ലസ് 2 ആണ് എന്ത് 1040 എന്ന് പറയുന്നത്. സോ 11 റേസ് ടു 1040 നമുക്ക് 11 റേസ് ടു 6 ഇൻറ്റു 173 പ്ലസ് 2 എന്നെഴുതാം. അതായത് 11 റേസ് ടു 6 ഹോൾ റേസ് ടു 173 ഇൻറ്റു 11 സ്ക്വയർ എന്നെഴുതാൻ പറ്റും. ഓക്കെ. ആൻഡ് 11 റേസ് ടു 6 നമ്മൾ കണ്ടു, ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 18 ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, 1 എന്ന് കൊടുക്കാം. സോ 11 റേസ് ടു 6 എന്നാണ്, ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 18 ആണ്. സോ ഇവിടെ എന്താണ് 11 റേസ് ടു 6 ഹോൾ റേസ് ടു 173 ഉണ്ട്. ദെർഫോർ 1 റേസ് ടു 173 ആൻഡ് 11 സ്ക്വയർ എന്താണ് 121 ആണ്. സോ 121 നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 121 ഈസ് കോൺഗ്രുവൻറ്റ് ടു 13 മോഡ് 18 ആണ്. 121 ഈസ് കോൺഗ്രുവൻറ്റ് ടു 13 മോഡ് 18 ആണ്. ചെക്ക് ചെയ്ത് നോക്കിയാൽ കിട്ടും. സോ നമുക്ക് എന്താ കിട്ടുക, 11 റേസ് ടു 1040 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 റേസ് ടു 173 ഇൻറ്റു 13 എന്ന് കിട്ടും. ഓക്കെ. ഇൻറ്റു 13 മോഡ് 18. സോ 1 റേസ് ടു 173 എന്താണ് 1 ആണ്. സോ ബാക്കി അവിടെ ഉള്ളത് എന്താണ് 13. സോ 11 റേസ് ടു 1040 ഈസ് കോൺഗ്രുവൻറ്റ് ടു 13 മോഡ് 18 എന്ന് കിട്ടി. ഇനി 13 ഈസ് 18നേക്കാളും ചെറുതാണ്. സോ ഇനി അതിന് ചെറുതാക്കാൻ കഴിയില്ല. സോ നമുക്ക് എന്താ ദ ഡിസൈഡ് റിമൈൻഡർ, ദാറ്റ് ഈസ് ദ റിമൈൻഡർ വെൻ 245 റേസ് ടു 1040 ഈസ് ഡിവൈഡഡ് ബൈ 18 ഈസ് 13.
Next, corollary 7.3, that is the Fermat's little theorem. Let P be a prime and A any integer such that P divides A, then A raised to P minus 1 is congruent to 1 mod P. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചതാണ് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം. ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറത്തിൽ എന്താ പറയുന്നത്? P be a prime and A any integer such that P does not divides A, then we can write A raised to P minus 1 congruent to 1 mod P. ഇവിടെ നമ്മൾ ഓയിലേഴ്സ് തിയറത്തിൽ നിന്നും ഫെർമാറ്റ്സ് തിയറം എങ്ങനെയാണ് വരുന്നത് എന്നാണ് നോക്കുന്നത്. ഓക്കെ, ഓയിലേഴ്സ് തിയറത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് നമ്പേഴ്സ് എയും എമ്മും ഉണ്ട് സച്ച് ദാറ്റ് GCD ഓഫ് എ എം ഈക്വൽ ടു 1 ആണെങ്കിൽ എ റേസ് ടു 5 ഓഫ് എം കോൺഗ്രൻറ്റ് ടു 1 മോഡ് എം എന്ന് എഴുതാം എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, സോ ഇവിടെ എ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് പി ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? പി ആൻഡ് എ. പി ഇസ് എ പ്രൈം ആൻഡ് എ ഇസ് എനി ഇൻറ്റീജർ സച്ച് ദാറ്റ് പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ, ദാറ്റ് ഈസ് GCD ഓഫ് എ ആൻഡ് പി എന്താണ്? 1 ആണ്. സോ ഇവിടെ നമുക്ക് നമ്മളെ നമ്മളെ ഓയിലേഴ്സ് തിയറത്തിലെ എം ആയിട്ട് ഇവിടെ നമുക്ക് എന്തിനെ ചൂസ് ചെയ്യാം? പിനെ ചൂസ് ചെയ്യാം. ആൻഡ് സോ ഇവിടെ നമ്മൾ എം ആയിട്ട് നമ്മൾ പി എന്ന് പറയുന്ന ഈ ഇൻറ്റീജർ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പി ഒരു പ്രൈമാണ്, പി എന്ന് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പി എന്താണ്? പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ ആണ്. ദാറ്റ് ഈസ് GCD ഓഫ് പി ആൻഡ് എ ഈക്വൽ ടു 1 ആണ്. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഓയിലേഴ്സ് തിയറം അപ്ലൈ ചെയ്യാം. അതായത് എ റേസ് ടു 5 ഓഫ് എം, ഇവിടെ എം എന്താണ്? പി ആണ്. സോ എ റേസ് ടു 5 ഓഫ് പി ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് എം. എം ആയിട്ട് നമ്മൾ പി ആണ് എടുത്തിട്ടുള്ളത്. സോ ദിസ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി എന്നെഴുതാം. ഓക്കെ, ഇനി 5 ഓഫ് പി, പി എന്താണ്? ഒരു പ്രൈം നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ 5 ഓഫ് പി എന്താണ്? 5 ഓഫ് പി ഈക്വൽ ടു പി മൈനസ് 1 ആണ് എന്ന് നമ്മൾ ലെമ്മ 7.5 പറഞ്ഞിരുന്നു. സോ ഇതിനെ അങ്ങനെ എഴുതാം. എ റേസ് ടു 5 ഓഫ് പിക്ക് നമുക്ക് എ റേസ് ടു പി മൈനസ് 1 എന്നെഴുതാം. ആൻഡ് ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി. സോ എ റേസ് ടു പി മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി എന്ന് കിട്ടി. ദാറ്റ് ഈസ് ദി ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം. നെക്സ്റ്റ് തിയറം നോക്കാം. തിയറം 7.11. ലെറ്റ് എം ബി എ പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് എ എനി ഇൻറ്റീജർ വിത്ത് GCD ഓഫ് എ എം ഈക്വൽ ടു 1. ദെൻ എ റേസ് ടു 5 ഓഫ് എം ഇസ് ആൻ ഇൻവേഴ്സ് ഓഫ് എ മോഡുലോ എം. എന്താ പറഞ്ഞത്? എം ഒരു പോസിറ്റീവ് ഇൻറ്റീജറും എ എനി ഇൻറ്റീജറുമാണ്. ആൻഡ് GCD ഓഫ് എ ആൻഡ് എം എന്താണ്? 1 ആണെങ്കിൽ എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൻ ഇൻവേഴ്സ് ഓഫ് എ മോഡുലോ എം. എയിൻ്റെ മോഡ് എമ്മിലുള്ള ഇൻവേഴ്സ് ആണ് എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1 എന്നാണ് കാണിക്കേണ്ടത്. നമുക്ക് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ എന്താണ്? എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1 എ മോഡുലോ എമ്മിൻ്റെ ഇൻവേഴ്സാണ് എന്ന് കാണിക്കുന്നത്. സോ എ മോഡുലോ എമ്മിൻ്റെ ഇൻവേഴ്സ്, എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എ ഇൻവേഴ്സ് എന്തായിരിക്കും? കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് എം എന്ന് എഴുതാൻ കഴിയും. എൻ്റെ ഇൻവേഴ്സാണ് എ ഇൻവേഴ്സ് എങ്കിൽ എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് എം ആയിരിക്കും. നമുക്കിവിടെ കാണിക്കേണ്ടത് എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1 എ മോഡുലോ എമ്മിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും എന്നാണ്. സോ നമുക്ക് എന്ത് കിട്ടണം? എ ഇൻറ്റു എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് എം ആണ് എന്ന് കിട്ടണം. ഓക്കെ, സോ എ ഇൻറ്റു എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1 ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എ റേസ് ടു 5 ഓഫ് എം, ഇവിടെ എന്താണ്? എ റേസ് ടു 1 ഇൻറ്റു എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1 ആണ് അല്ലേ? സോ ഇതിനെന്ത് എഴുതാം? എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1 പ്ലസ് 1 എന്ന് എഴുതാം. മൈനസ് 1ഉം പ്ലസ് 1ഉം ക്യാൻസൽ ആവും. എന്താ കിട്ടുക? എ റേസ് ടു 5 ഓഫ് എം എന്ന് കിട്ടും. ആൻഡ് ഇവിടെ എന്താണ്? എം ബി എ പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് എ ഇസ് എനി ഇൻറ്റീജർ സച്ച് ദാറ്റ് GCD ഓഫ് എ എം ഈക്വൽ ടു 1. GCD ഓഫ് എ ആൻഡ് എം എന്താണ്? 1 ആണ്. സോ അവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? ഓയിലേഴ്സ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? എ റേസ് ടു 5 ഓഫ് എം കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് എം ആണ്. സോ ഇവിടെ നിന്ന് നമുക്ക് എ റേസ് ടു 5 ഓഫ് എം ആണ് കിട്ടിയത്. അതെന്താണ്? കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് എം ആയിരിക്കും ബൈ ഓയിലേഴ്സ് തിയറം. അതായത് ഇവിടെ എന്ത് കിട്ടി? എ ഇൻറ്റു എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് എം ആണെന്ന് കിട്ടി. ദാറ്റ് ഈസ് എയിൻ്റെ ഇൻവേഴ്സ് ആണ് എന്ത്? എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1 എന്ന് പറയുന്നത്. നെക്സ്റ്റ് തിയറം നോക്കൂ. തിയറം 7.12. ലെറ്റ് എം ബി എ പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് എ എനി ഇൻറ്റീജർ വിത്ത് GCD ഓഫ് എ എം ഈക്വൽ ടു 1. ദെൻ ദ സൊല്യൂഷൻ ഓഫ് ദ ലിനിയർ കോൺഗ്രുവൻസ് എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ഈസ് ഗിവൺ ബൈ എക്സ് ഇസ് കോൺഗ്രുവൻറ്റ് ടു എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1 ബി മോഡ് എം. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? എം ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് എ ഈസ് ആൻ ഇൻറ്റീജർ സച്ച് ദാറ്റ് എയുടെയും എമ്മിൻ്റെയും GCD 1 ആയിട്ട് വരുന്ന രീതിയിൽ. അങ്ങനെയാണെങ്കിൽ ദ ലിനിയർ കോൺഗ്രുവൻസ് എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എന്ന് പറയുന്ന ഈ ലീനിയർ കോൺഗ്രുവൻസിൻ്റെ സൊല്യൂഷനാണ് എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1 ഇൻറ്റു ബി മോഡ് എം എന്നാണ് പറയുന്നത്.
ഓക്കെ, സോ ഇതിൻ്റെ പ്രൂഫും വളരെ സിമ്പിളാണ്. നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ എന്താ കണ്ടത്, എം ഒരു പോസിറ്റീവ് ഇൻറ്റീജറും എ എനി ഇൻറ്റീജറും ആൻഡ് ജി സി ഡി ഓഫ് എ എം 1 ആണെങ്കിൽ എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ആൻ ഇൻവേഴ്സ് ഓഫ് എ മോഡുലോ എം ആണ് എന്ന് നമുക്കറിയാം. സോ നമ്മൾ ഈ ലീനിയർ കോൺഗ്രുവൻസ് എ എക്സ് കോൺഗ്രുവൻ ടു ബി മോഡ് എം കൺസിഡർ ചെയ്തു. എൻ്റെ മോഡ് എമ്മിലുള്ള ഇൻവേഴ്സ് ആണ് എന്ത്, എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1. സോ ആ ഇൻവേഴ്സ് വെച്ചിട്ട് നമ്മൾ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്തു. എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1 ഇൻറ്റു എ എക്സ് കോൺഗ്രുവൻറ്റ് ടു എന്താണ്, മറ്റേ സൈഡിലും എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1 ഇൻറ്റു ബി മോഡ് എം എന്നെടുത്തു. എൻ്റെ മോഡ് എമ്മിലുള്ള ഇൻവേഴ്സ് ആണ് എന്ത്, എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1. സോ ഈ എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1 ഇൻറ്റു എ എന്താവും, എ ഇൻവേഴ്സ് ഇൻറ്റു എ ആണ്, അത് 1 ആവും. സോ ഇവിടെ എന്താ ഉണ്ടാവുക, എക്സ് എന്ന് കിട്ടും. സോ എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു എന്താ കിട്ടിയത്, ലെഫ്റ്റ് സൈഡിൽ എന്താ ഉള്ളത്, എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1 ഇൻറ്റു ബി മോഡ് എം എന്ന് കിട്ടും. സോ അതിൻ്റെ സൊല്യൂഷൻ എക്സ് ഇറ്റ് ഈസ് ഗിവൻ ബൈ എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1 ഇൻറ്റു ബി മോഡ് എം. പ്രോബ്ലം നോക്കാം. Solve the linear congruence 35x is congruent to 47 mod 24. Okay, so ഇവിടെ ഒരു linear congruence തന്നിട്ടുണ്ട് of the form ax congruent to b mod m. And ഇനി ഈ കോൺഗ്രുവൻസിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കറിയാം ഒരു ലീനിയർ കോൺഗ്രുവൻസ് ഓഫ് ദ ഫോം എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം, അതെപ്പോഴാണ് സോൾവബിൾ ആവുക, ഇറ്റ് ഈസ് സോൾവബിൾ ഇഫ് ജി സി ഡി ഓഫ് എ എം ഡിവൈഡ്സ് ബി. അല്ല, ജി സി ഡി ഓഫ് എ ആൻഡ് എം എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് ഡിവൈഡ് ബി. അപ്പോൾ മാത്രമേ ഉള്ളൂ ഇത് സോൾവബിൾ ആവുക. സോ ഫസ്റ്റ് നമുക്കിത് സോൾവബിൾ ആണോ എന്ന് നോക്കണം. സോ ഇവിടെ എ ഈക്വൽ ടു 35, ബി ഈക്വൽ ടു 47 ആൻഡ് എം ഈക്വൽ ടു എന്താണ് 24 ആണ്. ആൻഡ് ജി സി ഡി ഓഫ് എ എം, ദറ്റ് ഈസ് ജി സി ഡി ഓഫ് 35 ആൻഡ് 24 ഈക്വൽ ടു എന്താണ് 1 ആണ്. ആൻഡ് 1 ഡിവൈഡ്സ് 47, അതായത് 1 ഡിവൈഡ്സ് ബി എന്ന് കിട്ടും. ഓക്കെ, സോ ജി സി ഡി ഓഫ് എ എം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെർഫോർ ദിസ് ലീനിയർ കോൺഗ്രുവൻസ് ഈസ് സോൾവബിൾ. ഇനി നമുക്കിതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് കാണണം. ലാസ്റ്റ് നമ്മൾ കണ്ട തിയറത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇഫ് എ ഈസ് എനി ഇൻറ്റീജർ ആൻഡ് എം ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ സച്ച് ദാറ്റ് ജി സി ഡി ഓഫ് എ എം ഈക്വൽ ടു 1, അങ്ങനെയാണെങ്കിൽ ദ ലീനിയർ കോൺഗ്രുവൻസ് എ എക്സ് കോൺഗ്രുവൻ ടു ബി മോഡ് എമ്മിൻ്റെ ഇറ്റ് ഹാസ് എ സൊല്യൂഷൻ, ഈ ലീനിയർ കോൺഗ്രുവൻസിന് ഇറ്റ് ഹാസ് എ സൊല്യൂഷൻ ഓഫ് ദ ഫോം എക്സ് കോൺഗ്രുവൻ ടു എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1 ഇൻറ്റു ബി മോഡ് എം. അപ്പോൾ ജി സി ഡി ഓഫ് എ എം 1 ആണെങ്കിൽ എ എക്സ് കോൺഗ്രുവൻ ടു ബി മോഡ് എം എന്ന് പറയുന്ന ലീനിയർ കോൺഗ്രുവൻസിൻ്റെ സൊല്യൂഷൻ ഇറ്റ് വിൽ ബി ദിസ്, എക്സ് ഈസ് കോൺഗ്രുവൻ ടു എന്താണ്, എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1 ഇൻറ്റു ബി മോഡ് എം. ഈ ഒരു ഫോമിലായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ വരിക. സോ ഇവിടെ നോക്കി, ഇവിടെ ജി സി ഡി ഓഫ് എ എം, ജി സി ഡി ഓഫ് എ ആൻഡ് എം ഈസ് 1 ആണ്. സോ ആൻഡ് ദിസ് ലീനിയർ കോൺഗ്രുവൻസ് ഈസ് ഓഫ് ദ ഫോം എ എക്സ് കോൺഗ്രുവൻ ടു ബി മോഡ് എം. സോ നമുക്ക് ഇവിടെ ഇതിൻ്റെ സൊല്യൂഷൻ കാണാൻ എന്ത് ചെയ്യാം, ഈ തിയറം അപ്ലൈ ചെയ്യാം. സോ ഇതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും, ഈ ഒരു ഫോമിലായിരിക്കും, എക്സ് കോൺഗ്രുവൻ ടു എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1 ഇൻറ്റു ബി മോഡ് എം. സോ നമുക്കിതിൽ ബി മോഡ് എം. സോ ഇവിടെ 5 ഓഫ് എം കാണണമല്ലേ, ഇവിടെ എം എന്താണ്, എം ഈസ് 24. സോ 5 ഓഫ് എം എന്ന് പറഞ്ഞാൽ എന്താണ്, 5 ഓഫ് 24 ആണ്. ആൻഡ് 5 ഓഫ് 24 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24 ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു 24. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം അത് 8 ആണ് എന്ന്. Okay, so the number of positive integers less than or equal to 24 and are relatively prime to 24 equal to എന്താണ് 8 ആണ്. സോ 5 ഓഫ് 24 ഈക്വൽ ടു 8 എന്ന് കിട്ടി. സോ ഇവിടെ നമുക്ക് നമ്മളെ ഇക്വേഷനിൽ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് ഈസ് കോൺഗ്രുവൻ ടു എ റേസ് ടു 5 ഓഫ്, നമ്മൾ ഈ വാല്യൂസ് നമ്മൾ സൊല്യൂഷനിൽ കൊടുക്കുക. ഇതാണല്ലോ നമ്മുടെ സൊല്യൂഷൻ്റെ ഫോം, എക്സ് ഈസ് കോൺഗ്രുവൻ ടു എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1 ഇൻറ്റു ബി മോഡ് എം. ഓക്കെ, അപ്പോൾ ഇതിലത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എ എന്താണ്, നമ്മളെ ക്വസ്റ്റ്യനിൽ എ ഈസ് 35 ആണ്. 35 റേസ് ടു 5 ഓഫ് എം മൈനസ് 1, 5 ഓഫ് എം എന്താണ് 8 ആണ്. സോ 8 മൈനസ് 1 ഈസ് 7 ഇൻറ്റു ബി, ബി നമ്മളെ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അറിയാം ബി ഈസ് 47. സോ ഇൻറ്റു 47 മോഡ് എവിടെയാണ്, മോഡ് എം, എം എന്താണ് 24. സോ മോഡ് 24, ദാറ്റ് ഈസ് എക്സ് ഈസ് കോൺഗ്രുവൻ ടു 35 റേസ് ടു 7 ഇൻറ്റു 47 മോഡ് 24 എന്ന് കിട്ടും. ഇനി 35 റേസ് ടു 7 ഇൻറ്റു മൈനസ് 1, അതായത് ഇവിടെ നമ്മൾ എന്താണ് 47 മോഡ് 24. നമുക്കറിയാം 47 നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 47 ഈസ് കോൺഗ്രുവൻ ടു എന്താണ് -1 മോഡ് 24 ആണ്. ഓക്കെ, സോ അതിവിടെ 47 പകരം നമ്മൾ -1 എടുത്തു. ദാറ്റ് ഈസ് എക്സ് ഈസ് കോൺഗ്രുവൻ ടു -35 റേസ് ടു 7 മോഡ് 24 ആണ് എന്ന് കിട്ടി. സോ ഇനി എന്താണ്, മോഡ് 24ൽ ഈ വാല്യൂ എന്താണെന്ന് കണ്ടാൽ മതി അല്ലേ, -35 റേസ് ടു 7 എന്താണെന്ന് കണ്ടാൽ മതി. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ 35 റേസ് ടു 7 ഒന്ന് ചെറുതാക്കി നോക്കാം.
നമ്മളിവിടെ 35⁻7 ആണ് നോക്കുന്നത്, മൈനസ് അവിടെ നിൽക്കട്ടെ. സോ 35 കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ 35 ഈസ് കോൺഗ്രൻറ്റ് ടു 11 മോഡ് 24 ആണ്. ഓക്കെ, 35 ഈസ് കോൺഗ്രൻറ്റ് ടു 11 മോഡ് 24. ദെൻ 35 സ്ക്വയർ നമുക്ക് എന്തെഴുതാം? ഇറ്റ് വിൽ ബി കോൺഗ്രൻറ്റ് ടു 11 സ്ക്വയർ, അതായത് 121 മോഡ് 24 എന്നെഴുതാം. സോ 35 സ്ക്വയർ ഈസ് കോൺഗ്രൻറ്റ് ടു 121 മോഡ് 24 നോക്കിയാൽ നമുക്ക് 1 ആണെന്ന് കിട്ടും. സോ 35 സ്ക്വയർ കോൺഗ്രൻറ്റ് ടു 1 മോഡ് 24 എന്ന് കിട്ടും. നമുക്ക് എന്താ കണ്ടത്? 35⁻7 ആണ്. ഇപ്പോൾ 7 നമുക്ക് 2 × 3 + 1 എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് 35⁻7 നമുക്ക് 35 സ്ക്വയർ ഹോൾ റേസ് ടു 3 × 35⁻1 എന്നുള്ള ഫോമുല എഴുതാം. അതായത് 35 സ്ക്വയർ ഹോൾ റേസ് ടു 3 × 35⁻1 എന്നാകാം. ടോട്ടൽ 35⁻7 എന്ന് വരും. ഇനി ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് എഴുതി മോഡ് 24. സോ 35 സ്ക്വയർ എന്താണ്? ഇറ്റ് ഈസ് കോൺഗ്രൻറ്റ് ടു 1 മോഡ് 24 ആണ്. സോ അതെന്താവും? 1 ക്യൂബ് വരും, ദാറ്റ് ഈസ് 1 ഇറ്റ് സെൽഫ്. ആൻഡ് ഇൻറ്റു എന്തുണ്ട്? ഇവിടെ ഒരു 35 ഉണ്ട്. സോ 35 മോഡ് 24 എന്ന് കിട്ടും. സോ 35⁻7 എന്താണ്? ഇറ്റ് ഈസ് കോൺഗ്രൻറ്റ് ടു 35 മോഡ് 24 ആണ്. 35 നമ്മൾ മോഡ് 24 നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൺഗ്രൻറ്റ് ടു 11 മോഡ് 24. therefore 35⁻7 കോൺഗ്രൻറ്റ് ടു 11 മോഡ് 24 ആണെന്ന് കിട്ടി. നമ്മൾ എക്സ് എന്തായിരുന്നു? സൊല്യൂഷൻ എക്സ് വാസ് കോൺഗ്രൻറ്റ് ടു -35⁻7 മോഡ് 24 ആയിരുന്നു. അല്ല 35⁻7 എന്താണെന്ന് കിട്ടി നമുക്ക്? ഇറ്റ് ഈസ് കോൺഗ്രൻറ്റ് ടു 11 മോഡ് 24 ആണ്. സോ എക്സ് കോൺഗ്രൻറ്റ് ടു -11 മോഡ് 24 എന്നെഴുതാം. ആൻഡ് -11 ഈ മൈനസ് മാറ്റാൻ വേണ്ടിയിട്ട് -11 24 നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും -11 കോൺഗ്രൻറ്റ് ടു 13 മോഡ് 24 ആണ്. ഓക്കെ, -11 ഓക്കെ, -11 ഈസ് കോൺഗ്രൻറ്റ് ടു എന്താണ്? 13 മോഡ് 24 ആണ്. സോ -11 മാറ്റി നമുക്ക് എന്ത് കൊടുക്കാം? 13 കൊടുക്കാം. ദാറ്റ് ഈസ് എക്സ് ഈസ് കോൺഗ്രൻറ്റ് ടു 13 മോഡ് 24. ഇതാണ് നമ്മളെ ലീനിയർ കോൺഗ്രൻസിൻ്റെ സൊല്യൂഷൻ. നെക്സ്റ്റ് തിയറം 7.13 കോഷീസ് തിയറം. Let m1, m2, etc. mk be any positive integers and a be any integer such that GCD of a mi equal to 1 for 1 less than or equal to I less than or equal to k. Then a raised to 5 LCM of phi of m1, phi of m2, etc. phi of mk is congruent to 1 mod LCM of m1, m2, etc. mk. സോ കോഷീസ് തിയറത്തിൽ പറയുന്നത് m1, m2, എക്സെട്ര എം കെകളൊക്കെ എന്താണ്? പോസിറ്റീവ് ഇൻറ്റീജേഴ്സും എ എനി ഇൻറ്റീജറുമാണ്. ആൻഡ് ജി സി ഡി ഓഫ് എ എം ഐ, അതായത് ജി സി ഡി ഓഫ് എ m1, എ m2, എക്സെട്ര എ എം കെ എല്ലാം എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് എയും ഈ m1, m2, എക്സെട്ര എം കെകളും എന്തായിരിക്കും? റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ a raised to LCM of phi of m1, phi of m2, etc. phi of mk എന്താണെന്ന് പറയാം? ഇറ്റ് വിൽ ബി കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് LCM ഓഫ് m1, m2, etc. mk. ഇതാണ് നമ്മൾ കോഷീസ് തിയറത്തിൽ പറയുന്നത്. ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് സിലബസിലില്ല, ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളൂ. ഇനി അടുത്തത് ഈ തിയറത്തിൻ്റെ ഒരു കൊറോളറിയാണ്. കൊറോളറി 7.4. അതിൽ പറയുന്നത് ലെറ്റ് m1, m2, etc. mk be pairwise relatively prime integers and a any integer such that GCD of a mi equal to 1 for 1 less than or equal to I less than or equal to k. Then a raised to LCM of phi of m1, phi of m2, etc. phi of mk will be congruent to 1 mod m1 into m2 into etc. into mk. സോ നേരത്തെ പറഞ്ഞതിൽ നിന്ന് നേരത്തെ എന്തായിരുന്നു? m1, m2, എക്സെട്ര എം കെ എന്ന് പറയുന്നത് എന്തായിരുന്നു? പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ആൻഡ് ജി സി ഡി ഓഫ് എ എം ഐകളും എയും തമ്മിലുള്ള ജി സി ഡി 1 ആവും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ഈ m1, m2, എക്സെട്ര എം കെ എടുക്കുന്ന ഈ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്താണ്? ദേ ആർ പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം. ഓക്കെ, സോ ദേ ആർ പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം. അങ്ങനെയാണെങ്കിൽ നേരത്തെ കേസിൽ എ റേസ് ടു LCM ഓഫ് phi of m1, phi of m2, എക്സെട്ര phi of mk എന്തായിരുന്നു? കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് LCM ഓഫ് m1, m2, എക്സെട്ര mk ആയിരുന്നു. പക്ഷേ ഇവിടെ m1, m2, എക്സെട്ര mk പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ഇൻറ്റീജേഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ LCM ഓഫ് m1, m2, എക്സെട്ര mk എന്താവും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു m1 ഇൻറ്റു m2 ഇൻറ്റു എക്സെട്ര mk. കാരണം എന്താണ്? m1, m2, എക്സെട്ര mk പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ ഈ ഒരു ഇക്വേഷൻ എന്തായിട്ട് മാറും? ഈ കോൺഗ്രൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യും? എ റേസ് ടു phi of m1, എ റേസ് ടു LCM ഓഫ് phi of m1, phi of m2, എക്സെട്ര phi of mk എന്താവും? കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് LCM ഓഫ് m1, m2, എക്സെട്ര mk എന്താണ്? m1 ഇൻറ്റു m2 ഇൻറ്റു എക്സെട്ര mk. അതാണ് ഈ കൊറോളറിയിൽ പറയുന്നത്.